നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. കൊച്ചിൻ ഹനീഫയുടെ കുടുംബത്തിന്റെ വീടിന്റെ പാലുകാച്ചലായിരുന്നു കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയ ആഘോഷിച്ച പ്രധാന സംഭവം. 16 വർഷം മുൻപ് കൊച്ചിൻ ഹനീഫ ബാക്കിവെച്ച ഒരു വലിയ സ്വപ്നമാണ് ഒടുവിൽ യാഥാർത്ഥ്യമായത്. മലയാളികളുടെ പ്രിയ താരത്തിന്റെ കുടുംബം ഇനി സ്വന്തം വീട്ടിലേക്ക്. കൊച്ചി വെണ്ണലയിലെ അംബേദ്കർ റോഡിൽ നിർമ്മിച്ച പുതിയ വീടിന് ഹനീഫ ഏറെ ആഗ്രഹിച്ചിരുന്ന പോലെ കൊച്ചിൻ ഹനീഫാസ് AB മൻസിൽ എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. പിതാവ് AB മുഹമ്മദുടെ പേരിൽ ഒരു വീട് നിർമ്മിക്കണമെന്നത് കൊച്ചിൻ ഹനീഫയുടെ വലിയ ആഗ്രഹങ്ങളിൽ ഒന്നായിരുന്നു. അദ്ദേഹത്തിന്റെ വിയോഗത്തിന് 16 വർഷങ്ങൾക്കിപ്പുറം ആ സ്വപ്നമാണ് ഭാര്യ ഫാസിലയും മക്കളായ സഫയും മർവയും ചേർന്ന് യാഥാർത്ഥ്യമാക്കിയത്. 2010 കൊച്ചിൻ ഹനീഫയുടെ അപ്രതീക്ഷിത വിയോഗത്തിന് ശേഷം ഭാര്യ ഫാസിലയും ഇരട്ട മക്കളായ സഫയും മർവയും കടവന്ത്രയിലെ വാടക വീട്ടിലായിരുന്നു താമസം. ഹനീഫയുടെ സമ്പാദ്യവും നിയമ നടപടികൾ പൂർത്തിയായ ശേഷം മക്കൾക്ക് ലഭിച്ച സ്വത്തും ഉപയോഗിച്ചാണ് പുതിയ വീട് നിർമ്മിച്ചത്. 1.5 പതിറ്റാണ്ടോളം വാടക വീട്ടിൽ കഴിഞ്ഞ ശേഷമാണ് മലയാളികളുടെ പ്രിയപ്പെട്ട കലാകാരന്റെ കുടുംബം സ്വന്തം വീട്ടിലേക്ക് താമസം മാറ്റിയത്. പാലുകാച്ചൽ ചടങ്ങിൽ സജീവ സാന്നിധ്യമായി ഹനീഫയുടെ ഉറ്റ സുഹൃത്തുക്കളായ ദിലീപും ഹരിശ്രീ അശോകനും ഉണ്ടായിരുന്നു. ഹനീഫയുടെ മരണശേഷം സിനിമയിൽ നിന്ന് ദിലീപാണ് തങ്ങളെ ഏറ്റവും കൂടുതൽ സഹായിച്ചതെന്ന് ഫസീലയും മക്കളും പറഞ്ഞിരുന്നു. ഇപ്പോഴിതാ ആറാട്ടണ്ണൻ എന്നറിയപ്പെടുന്ന സോഷ്യൽ മീഡിയ താരം സന്തോഷ് വർക്കിയും ദിലീപിനെ പുകഴ്ത്തി രംഗത്തെത്തിയിരിക്കുകയാണ്. അവസാനം കൊച്ചിൻ ഹനീഫയുടെ കുടുംബത്തെ രക്ഷിക്കാൻ നടിയെ ആക്രമിച്ച കേസിലെ കുറ്റാരോപിതനായ ദിലീപേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് സന്തോഷ് വർക്കി പറയുന്നു. ഫേസ്ബുക്ക് പോസ്റ്റിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. കൊച്ചിൻ ഹനീഫ മരിച്ചപ്പോൾ പൊട്ടിക്കരഞ്ഞ മമ്മൂട്ടിയും മോഹൻലാലും അദ്ദേഹത്തിന്റെ കുടുംബത്തെ രക്ഷിക്കാൻ എത്തിയില്ല എന്നും സന്തോഷ് ആരോപിക്കുന്നു. KPSC ലളിത, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, ലോഹിതദാസ്, കലാഭവൻ മണി, ശ്രീനിവാസൻ എന്നിവരെല്ലാം മരിച്ച ശേഷവും അവരുടെ കുടുംബത്തെ വിളിച്ച് ആശ്വസിപ്പിക്കാനും കൂടെ നിൽക്കാനും ദിലീപ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും സന്തോഷ് വർക്കി പറഞ്ഞു. ഇന്നലെയായിരുന്നു കൊച്ചിൻ ഹനീഫയുടെ കുടുംബം പുതിയ വീട്ടിൽ പാലുകാച്ചൽ ചടങ്ങ് നടത്തിയത്. കൊച്ചി വെണ്ണലയിലാണ് പുതിയ വീട്. പിതാവ് AB മുഹമ്മദിന്റെ പേരിലാകണം തന്റെ വീടെന്ന കൊച്ചിൻ ഹനീഫയുടെ ആഗ്രഹപ്രകാരം കൊച്ചിൻ ഹനീഫാസ് AB മൻസിൽ എന്നാണ് വീട്ടുപേര്. ചെറിയ പ്ലോട്ടിൽ 5 കിടപ്പുമുറികളോടെ 2 നിലയിൽ ഒരുക്കിയ വീടാണിത്. 12 വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ഹനീഫയ്ക്കും ഫാസിലേക്കും കുട്ടികൾ ഉണ്ടാകുന്നത്. എന്നാൽ ആ സന്തോഷം അധികകാലം നീണ്ടില്ല. ഇരട്ട കുട്ടികളായ സർഫയ്ക്കും മർവയ്ക്കും 4 വയസ്സ് മാത്രമുള്ളപ്പോഴാണ് ഹനീഫ മരിക്കുന്നത്. ഹനീഫയുടെ മരണശേഷം സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോകാൻ പലരും നിർബന്ധിച്ചെങ്കിലും 16 കൊല്ലം കടവന്തറയിലെ വാടക വീട്ടിലായിരുന്നു കുടുംബം താമസിച്ചത്. ഹനീഫയുടെ മരണത്തോടെ നിയമക്കുരുക്കിലായ സ്വത്തും സമ്പാദ്യങ്ങളും മക്കൾക്ക് 18 വയസ്സായതോടെയാണ് തിരികെ ലഭിച്ചത്. ഈ സമ്പാദ്യം കൊണ്ടാണ് ഫാസിലയും മക്കളും ഇപ്പോൾ വീട് വെച്ചിരിക്കുന്നത്. 2010 ഫെബ്രുവരി 2-നാണ് കൊച്ചിൻ ഹനീഫ വിടവാങ്ങുന്നത്. വെറും 58 വയസ്സ് മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രായം. ഗുരുതരമായ കരൾ രോഗം ബാധിച്ചായിരുന്നു മലയാളികളെ ഏറെ പൊട്ടിച്ചിരിപ്പിച്ച കലാകാരന്റെ അന്ത്യം. സന്തോഷ് വർക്കിയുടെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയായിരുന്നു: കൊച്ചിൻ ഹനീഫയുടെ കുടുംബത്തെ രക്ഷിക്കാൻ അവസാനം നടിയെ ആക്രമിച്ച കേസിലെ കുറ്റാരോപിതനായ ദിലീപേ ഉണ്ടായിരുന്നുള്ളൂ. കൊച്ചിൻ ഹനീഫ മരിച്ചപ്പോൾ പൊട്ടിക്കരഞ്ഞ മമ്മൂട്ടിയോ മോഹൻലാലോ ഉണ്ടായില്ല. KPSC ലളിത, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ എന്നിവരുടെ കുടുംബത്തെ ഹെൽപ്പ് ചെയ്യാനും ദിലീപേ ഉണ്ടായിട്ടുള്ളൂ. മരിച്ചു കഴിഞ്ഞ ശേഷം ലോഹിതദാസ്, കലാഭവൻ മണി, ശ്രീനിവാസൻ എന്നിവരുടെ കുടുംബത്തിലെ ആളുകളെ വിളിച്ചന്വേഷിക്കാനും നടിയെ ആക്രമിച്ച കേസിലെ കുറ്റാരോപിതനായ ദിലീപേ ഉണ്ടായിട്ടുള്ളൂ. അല്ലാതെ ലേഡി സൂപ്പർ സ്റ്റാറും എളിമക്കുട്ടൻ ആയ ജയറാമും തുടങ്ങി വേറെ ആരും ഉണ്ടായില്ല. സിനിമയിൽ കോമഡി ചെയ്യുന്ന ആളാണെങ്കിലും ജീവിതത്തിൽ കുറെ അനുഭവിച്ച ആളായതുകൊണ്ട് ആവാം ദിലീപിന് മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്നാണ് സന്തോഷ് വർക്കി പറഞ്ഞത്. നടന്റെ മരണശേഷം ആ കുടുംബത്തിന് താങ്ങായവരിൽ പ്രധാനി ദിലീപായിരുന്നു. കുടുംബം തന്നെ പലപ്പോഴായത് തുറന്നു പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ദിലീപ് കൊച്ചിൻ ഹനീഫ സൗഹൃദത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ട ഒരു കുറിപ്പും ശ്രദ്ധ നേടുകയാണ്. ഒരു കാലത്ത് ഒപ്പം നിന്നവരെയും അവരുടെ കുടുംബത്തെ മറക്കാതിരിക്കുക എന്നത് ചെറിയ കാര്യമല്ലെന്നും അത് ദിലീപ് മനോഹരമായി എല്ലാ കാലത്തും ചെയ്യുന്നുണ്ടെന്നും കുറിപ്പിൽ പറയുന്നു. കൊച്ചിൻ ഹനീഫ എന്ന മഹാനായ കലാകാരന്റെ കുടുംബത്തോട് നടൻ ദിലീപ് കാണിച്ച കരുതലിന്റെ കഥ ഏതൊരാളുടെയും മനസ്സ് നിറയ്ക്കുന്ന ഒന്ന് തന്നെയാണ്. ഇന്നൊരു ന്യൂസ് ചാനൽ അഭിമുഖത്തിൽ അദ്ദേഹത്തിന്റെ ബന്ധു പങ്കുവച്ച ആ വാക്കുകൾ മലയാള സിനിമാ ലോകത്തെ അപൂർവമായ ഒരു സൗഹൃദത്തിന്റെ ആഴം വ്യക്തമാക്കുന്നു. കൊച്ചിൻ ഹനീഫയുടെ വേർപാടിന് ശേഷം ആത്മാഭിമാനം കൊണ്ട് ആരുടെയും മുന്നിലും സാമ്പത്തിക സഹായത്തിനായി കൈനീട്ടാൻ ആ കുടുംബം തയ്യാറായിരുന്നില്ല. എന്നാൽ നേരിട്ട് പണം നൽകിയാൽ അവർ സ്വീകരിക്കില്ല എന്ന് മനസ്സിലാക്കിയ ദിലീപ് വളരെ ബുദ്ധിപൂർവ്വം മാന്യവുമായ ഒരു വഴി കണ്ടെത്തി.
ഹനീഫയുടെ ഉടമസ്ഥതയിലുള്ള ഇന്നോവ കാർ തന്റെ സിനിമകളുടെ ഷൂട്ടിംഗ് സെറ്റുകളിൽ ആവശ്യത്തിന് ഉപയോഗിച്ചോട്ടെ എന്നും അതിന് നല്ലൊരു തുക വാടകയായി നൽകാമെന്നും അദ്ദേഹം കുടുംബത്തെ അറിയിച്ചു. ആത്മാഭിമാനത്തിന് പോറലേൽപ്പിക്കാതെ ഒരു സ്ഥിര വരുമാനം ആ കുടുംബത്തിന് ഉറപ്പാക്കിക്കൊണ്ട് ആ കുടുംബത്തെ സഹായിക്കാൻ ദിലീപ് കാണിച്ച വലിയ മനസ്സ് ശരിക്കും അഭിനന്ദനാർഹമാണ്. വർഷങ്ങൾക്കിപ്പുറം ഇന്ന് കൊച്ചിൻ ഹനീഫയുടെ പുതിയ വീടിന്റെ പാലുകാച്ചൽ ചടങ്ങ് നടന്നപ്പോഴും മലയാള സിനിമയിൽ നിന്നുള്ള മുഖ്യാതിഥിയായി ദിലീപ് തന്നെ എത്തിച്ചേർന്നു. ഒരു കാലത്ത് ഒപ്പം നിന്നവരെയും അവരുടെ കുടുംബത്തെയും കാലമത്ര കഴിഞ്ഞാലും മറക്കാതിരിക്കുക എന്നത് ചെറിയൊരു കാര്യമല്ല. ഒരു സഹപ്രവർത്തകനോടുള്ള ആദരവും ആത്മബന്ധവും എന്നും കാത്തുസൂക്ഷിക്കുന്ന ദിലീപിന്റെ ഈ പ്രവൃത്തി ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഏതൊരാൾക്കും വലിയൊരു പ്രചോദനം തന്നെയാണെന്നായിരുന്നു കുറിപ്പ്. അന്ന് മുതൽ ഇന്ന് വരെ കൊച്ചിൻ ഹനീഫയുടെ കുടുംബത്തിന് താങ്ങും തണലുമായി നിന്ന മനുഷ്യനാണ് ദിലീപ്. ജയിലിൽ കിടന്ന ടൈം പോലും തന്റെ പ്രശ്നങ്ങൾക്കിടയിലും അദ്ദേഹം ആ കുടുംബത്തിന്റെ കാര്യം മറന്നിട്ടില്ല. മറ്റു കാര്യങ്ങൾ എന്തോ ആയിക്കോട്ടെ, ഈ ഒരു കാര്യത്തിൽ അന്നും ഇന്നും ദിലീപ് എന്ന നടനോട് ബഹുമാനമാണ്. ഇന്നിതാ അവരുടെ വീടിന്റെ പാലുകാച്ചൽ ദിവസം ബന്ധുക്കളെക്കാൾ മുൻപ് തന്നെ അവിടെ എത്തിയതും ദിലീപ് തന്നെ. എത്ര നെഗറ്റീവ് ഒരാളെ കുറിച്ച് നമ്മൾ പറഞ്ഞാലും അയാളുടെ നന്മകളെ കുറിച്ച് നമ്മൾ ആരും പറയില്ല. എത്ര നന്മ ചെയ്താലും തിന്മ മാത്രം എടുത്തു പറയുന്നവരാണ് നമ്മൾ എല്ലാവരും. ആരും ആരെയും സഹായിച്ചില്ല എങ്കിലും ഉപദ്രവിക്കാതിരിക്കുക ശ്രദ്ധിക്കണമെന്നും ചിലർ കുറിച്ചു. അതേസമയം മമ്മൂട്ടിയുമായി കൊച്ചിൻ ഹനീഫയ്ക്ക് വല്ലാത്ത അടുപ്പമുണ്ടായിരുന്നു. കർക്കശക്കാരനായി അറിയപ്പെടുന്ന മമ്മൂട്ടി സിനിമയിലല്ലാതെ പരസ്യമായി കരയുന്നത് മലയാളി കണ്ടിട്ടുള്ളത് കൊച്ചിൻ ഹനീഫ മരിച്ചു കിടന്നപ്പോഴാണ്. വിതുമ്പുന്ന മണിയൻപിള്ള രാജുവിനെ കണ്ണീരോടെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്ന മമ്മൂട്ടിയുടെ ചിത്രം കണ്ടവരാരും മറക്കാനിടയില്ല. 2010 തന്റെ 59ാമത്തെ വയസ്സിലാണ് കൊച്ചിൻ ഹനീഫ മരണപ്പെടുന്നത്. ലിവർ സംബന്ധമായ അസുഖങ്ങളെ തുടർന്നായിരുന്നു മരണം സംഭവിച്ചത്. കൊച്ചിൻ ഹനീഫയുടെ അവസാന നാളുകൾ വരെ അദ്ദേഹത്തിന്റെ രോഗവിവരം അടുത്ത സുഹൃത്തുക്കൾക്ക് പോലും അറിയുമായിരുന്നില്ല. ആരെയും ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ ഹനീഫ ആഗ്രഹിച്ചിരുന്നില്ല. മമ്മൂട്ടി അടക്കമുള്ളവർ രോഗവിവരം അറിയുമ്പോഴേക്കും ഏറെ വൈകിയിരുന്നു. നടൻ മുകേഷ് ഇതേക്കുറിച്ച് മുൻപ് സംസാരിച്ചിരുന്നു. മമ്മൂട്ടിക്ക് കൊച്ചിൻ ഹനീഫയും തിരിച്ചും അത്രയ്ക്കും ഇഷ്ടമായിരുന്നു. മമ്മൂട്ടി അങ്ങനെ സ്നേഹം പുറത്ത് കാണിക്കുന്ന ആളല്ല. എന്നിട്ട് പോലും കൊച്ചിൻ ഹനീഫയോടുള്ള സ്നേഹം വളരെ പ്രകടമായിരുന്നു. ഹനീഫ നമ്മളെ വിട്ടു പോയപ്പോൾ മമ്മൂട്ടി ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ പൊട്ടിക്കരയുകയായിരുന്നു. അതിന് പ്രധാന കാരണം അവസാന നിമിഷം വരെ ഹനീഫയുടെ ആരോഗ്യസ്ഥിതി വളരെ വഷളാകുന്നത് വരെ രോഗവിവരം മമ്മൂട്ടി അറിഞ്ഞിരുന്നില്ല എന്നതായിരുന്നു. ഹനീഫ രോഗത്തെക്കുറിച്ചോ തന്റെ അവസ്ഥയെക്കുറിച്ചോ വളരെ മോശമാണ് എന്നതിനെക്കുറിച്ചോ ആരോടും പറഞ്ഞിരുന്നില്ല. അദ്ദേഹം അത് രഹസ്യമാക്കി തന്നെ വെച്ചു. അവസാന നാളുകളിൽ മാത്രമാണ് ആളുകൾ അറിഞ്ഞത്. പക്ഷേ അപ്പോഴേക്കും അദ്ദേഹത്തിന്റെ അവസ്ഥ വളരെ മോശമായിരുന്നു. അതുകൊണ്ടാണ് മമ്മൂട്ടി കരഞ്ഞത്. ആ രംഗം കരളലിയിപ്പിക്കുന്നതായിരുന്നു. മമ്മൂട്ടി കരയുക മാത്രമല്ല, ഹനീഫിനെ വഴക്ക് പറയുക കൂടി ചെയ്തിരുന്നു. എന്നോടെങ്കിലും ഒന്ന് പറയാമായിരുന്നില്ലേ അവന്? ചികിത്സയ്ക്ക് വേണ്ടി ലോകത്തിന്റെ ഏത് ഭാഗത്ത് വേണമെങ്കിലും ഞാൻ അവനെ കൊണ്ടുപോകുമായിരുന്നല്ലോ എന്ന് പറഞ്ഞായിരുന്നു കരച്ചിൽ. അന്നാണ് മനസ്സുകൊണ്ട് അദ്ദേഹം എത്ര നിഷ്കളങ്കനാണെന്ന് മനസ്സിലായതെന്നും മുകേഷ് പറഞ്ഞിരുന്നു. കൊച്ചിൻ ഹനീഫയുടെ മരണശേഷം മമ്മൂട്ടി സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് എനിക്ക് എന്റെ ആത്മസുഹൃത്തിനെ നഷ്ടപ്പെട്ടു എന്നായിരുന്നു. അതേസമയം 3 നിലകളിലായി 5 ബെഡ്റൂമുകളുള്ള വീടിന്റെ ഇന്റീരിയർ ഡിസൈൻ നിർവഹിച്ചതും സഫയും മർവയും തന്നെയായിരുന്നു. ഹനീഫ വിട പറയുമ്പോൾ വെറും 4 വയസ്സായിരുന്നു ഇരുവർക്കും. മക്കളെ CAയും CS-ഉം പഠിപ്പിക്കണമെന്നത് അദ്ദേഹത്തിന്റെ ആഗ്രഹമായിരുന്നു എന്ന് ഫാസില പറഞ്ഞിരുന്നു. ഭർത്താവിന്റെ വിയോഗത്തിന് ശേഷം തലശ്ശേരിയിലേക്ക് മടങ്ങാൻ ബന്ധുക്കൾ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും അതിന് ഫാസില തയ്യാറായില്ല. ജീവിതം മുഴുവൻ അഭിമാനത്തോടെ കൊച്ചിൻ എന്ന പേര് നെഞ്ചിലേറ്റിയ കലാകാരന്റെ ഓർമ്മകൾ ഈ നഗരത്തോട് ചേർന്ന് നിൽക്കണമെന്ന ആഗ്രഹമാണ് കൊച്ചിയിൽ തന്നെ തുടരാൻ പ്രേരിപ്പിച്ചത് എന്ന് കുടുംബം പറഞ്ഞിരുന്നു. ആരുടെ മുന്നിലും കൈനീട്ടാൻ ഹനീഫയ്ക്ക് ഒരിക്കലും താല്പര്യമുണ്ടായിരുന്നില്ല. ആ തലയെടുപ്പ് ഈ വീടിനുമുണ്ട് എന്നാണ് ഫാസിലയുടെ സഹോദരൻ പറഞ്ഞത്.